സൈബർ സെക്യൂരിറ്റി മേഖലയില് ഒരുപാട് ജോബുകളാണ് 2030 കൂടി വരാൻ പോകുന്നത്. എഐ ഇമ്പാക്റ്റ് അധികം വരാത്ത ഒരു ഫീൽഡാണിത്. എഐ വരുന്നതോടുകൂടി ജോലി സാധ്യത കൂടാൻ സാധ്യത കൂടെ ഉള്ള ഒരു ഒരു മേഖലയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഐടിയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കർ ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ നോളജിനെ ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറാൻ കഴിയും. അപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റിയും എത്തിക്കൽ ഹാക്കിങ്ങും എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീടിനെ എടുക്കുക. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ ഒരു കള്ളൻ കയറാൻ സാധ്യതയുള്ള പഴുതുകളുണ്ടോ എന്നുള്ള ആ രീതിയിൽ ഇപ്പം ആ ഒരു രീതിയിൽ നമ്മളൊരു അനാലിസിസ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തില്ലേ, ആ ഒരു ഒരു കാര്യം ചെയ്യുന്ന ആളാണ് ഈ എത്തിക്കൽ ഹാക്കർ എന്ന് പറയുക. ആ ചെയ്യുന്ന രീതിയിലാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഹാക്കർമാർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാക്കിംഗ് വിദ്യകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കർമാർ എന്ന് വിളിക്കുന്നത്. ഇവരെ ഒരു 5 സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. നമ്മൾ വരും വർഷങ്ങളിൽ ഇത് ഡിമാൻഡ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ IoT റിവല്യൂഷൻ ആണ് വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് മുതൽ വലിയ ഫാക്ടറികളിലെ മെഷീനുകൾ വരെ നമുക്ക് ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഓൾറെഡി ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാറുകളും അതേപോലെ മെഷീനറികളെല്ലാം ഈ മെഷീനറികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ എല്ലാം നമ്മളെ ഒരു മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് ഇന്റർനെറ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഹാക്കർമാർക്ക് കയറാനുള്ള പഴുതുകൾ കൂടുകയാണ്. അതേപോലെ നമുക്കറിയാം ടാർഗറ്റഡ് അറ്റാക്കുകൾ, സൈബർ അറ്റാക്കുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഗവൺമെന്റ് വെബ്സൈറ്റുകളെല്ലാം ചില ദിവസം ഡൗൺ ആകുന്നത് കാണാം. പിന്നെ റാൻസംവെയർ അറ്റാക്സ് അതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റി ഒരു മെയിൻ റീസൺ ആണ്. ഇപ്പോൾ നമ്മളെ എല്ലാ ഇൻഫോർമേഷനും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ക്ലൗഡിലേക്കാണ്. ഇപ്പോൾ AWS, അസൂർ പോലത്തുള്ള ക്ലൗഡ് നെറ്റ്വർക്കിലേക്കാണ് നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റീൻ്റെ പ്രോബ്ലം വരും. എന്തെങ്കിലും ഹാക്കേഴ്സ് ഇത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഇത്തരം ഹാക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഹാക്കേഴ്സിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് പ്രൊഫഷണൽസിനാണ് ആവശ്യം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കും ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ AI വന്നാൽ ജോലി ഇല്ലാതാക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അനാലിസിസ്, എൻ്റെ ഇൻവെസ്റ്റിഗേഷനും വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം, ഇത് എഐന്റെ ഇമ്പാക്റ്റ് അധികം വരാത്ത ഒരു മേഖലയാണ്. അതിന് പകരം AI വന്നത് കൊണ്ട് ഇതിൻ്റെ യൂസേജ് കുത്തനെ കയറുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു. പിന്നെ നമ്മൾ സാധാരണ കേരളത്തിലുള്ള ആൾക്കാർ നമ്മൾ നോക്കുക ഗൾഫ്, യൂറോപ്പ് സാധ്യതകളാണ് അല്ലേ. അപ്പോൾ കാരണം നമ്മുടെ ഒരു ജോബ് മാർക്കറ്റ് ഗൾഫും യൂറോപ്പും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളും കൂടി ലൈക്ക് കർണാടക, തമിഴ്നാട് അങ്ങനെയാണ് നമ്മൾ നോക്കാറ്. അപ്പൊ ഗൾഫ് മേഖലയിൽ, യൂറോപ്പ് മേഖലയിൽ നോക്കുമ്പോൾ ഗൾഫിൽ ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ വളരെയധികം നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഗൾഫിലാണെങ്കിൽ, സൗദിയിലാണെങ്കിൽ സൗദി വിഷൻ, UAE സൈബർ സെക്യൂരിറ്റി സ്ട്രാറ്റജി UAEയിൽ വരുന്നുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ മില്യൺസ് റിയാല് വരെ പിഴ ചുമത്തുന്ന നിയമങ്ങൾ വരെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സിന് വളരെയധികം ഒഴിവ് വരുന്ന മേഖലയാണ്. പിന്നെ യൂറോപ്പിൽ GDPR-ഉം NIS2 തുടങ്ങിയ നിയമങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അവിടെ മാത്രം ഏകദേശം 3 ലക്ഷത്തോളം പ്രൊഫഷണലുകളുടെ ഒരു അഭാവം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇത് വരിക. ഇപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതിന് കുറെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ കോംപ്റ്റി ഐഎ സെക്യൂരിറ്റി തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. പിന്നെ ഹാക്കിംഗ് മേഖലയിൽ ഏറ്റവും വിലയുള്ള ഒരു പ്രാക്ടിക്കൽ സർട്ടിഫിക്കേഷനാണ് OSCP+ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ടൂളുകൾ എൻമാപ്പ് നെറ്റ്വർക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ വയർഷാർക്ക് ഡാറ്റ പാക്കറ്റുകളെല്ലാം വിശകലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മെറ്റാസ്പ്ലോയിറ്റ് നമ്മൾ സിസ്റ്റങ്ങളെല്ലാം ഇൻട്രൂഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബർപ്സ്യൂട്ട് ഇപ്പോൾ വെബ്സൈറ്റുകളിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്യൂട്ടാണ് ബർപ്സ്യൂട്ട്. പിന്നെ കാളി ലിനക്സ് എന്ന് പറഞ്ഞ ഒരു ഹാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു OS ആണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നതൊരു ജസ്റ്റ് ഒരു ട്രെൻഡിങ് വേർഡോ ഒരു എന്താ പറയുക ആർക്കെങ്കിലും ഒരു കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള ഒരു കോഴ്സോ അല്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏറ്റവും ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ്. ഇതൊരു പാഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു മേഖലയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.